സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസം ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിച്ചേർന്നു എന്ന സന്തോഷ വാർത്ത ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. പവന് 520 രൂപയും ഗ്രാമിന് 65 രൂപയുമാണ് ഇന്ന് കൂടിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി 24 ഫൈനാൻഷ്യൽ ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ തത്സമയം ചേരുന്നു. കൃഷ്ണ ചെറിയാൻ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് സ്വർണ്ണത്തിന്റെ വില 52,000-ലേക്കൊക്കെ താഴേക്ക് പോയിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഈ മാസം ആദ്യം 53,000 ആയിരുന്നു സ്വർണ്ണവില. 53,000-ൽ നിന്ന് മാറി ഇപ്പോൾ 54,120 എന്ന ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില. 520 രൂപയാണ് പവന് കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമിന് 65 രൂപയുമാണ് കൂടിയിരിക്കുന്നത്. ഗ്രാമിന് 6,765 രൂപയാണ് വില. ഇനി എന്താണ് ഈ വിലക്കയറ്റം കാരണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ ഡോളർ അതിശക്തരായി നിൽക്കുന്നത് കൊണ്ട് ഡോളറിന്റെ അപ്രമാദിത്യം അങ്ങ് മാറ്റണമെന്ന് കരുതി ചില രാജ്യങ്ങൾ ഡോളറൈസേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഡോളറിന് പകരം ശേഖരമായി സ്വർണം വാങ്ങിക്കൂട്ടുന്നു, ഡിമാൻഡ് കൂടുന്നു, വില കൂടുന്നു. അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കും എന്ന വാർത്ത വീണ്ടും വരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഈ സ്വർണ്ണവില 54,000-ന് മുകളിൽ നിൽക്കുന്നത്. വീണ്ടും കൂടാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. പക്ഷേ ബജറ്റുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വരുന്നത്, സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി 15% നിന്ന് കുറയ്ക്കണമെന്ന് സ്വർണ്ണ വ്യാപാരികൾ നമ്മുടെ ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാൽ 15% നിന്ന് താഴെ വന്നാൽ ഇന്ത്യയിൽ സ്വർണ്ണവില കുറയാനൊരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നത്, നാളെ രാജ്യത്തെ സ്വർണ്ണ വ്യാപാരികളുടെ ഒരു കോൺഫറൻസ് അങ്കമാലിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ 1 നേഷൻ 1 റേറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് സ്വർണം പോകുമോ എന്ന ചർച്ചകൾ അവിടെ നടക്കും. അതുകൊണ്ട് തന്നെ രാജ്യത്തുടനീളം സ്വർണം ഒരു വിലയ്ക്ക് കിട്ടുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ചിലപ്പോൾ അടുത്തിടെ തന്നെ ഉണ്ടായേക്കാം. അപ്പോൾ ഈ വികസനങ്ങൾ മൂലം ചിലപ്പോൾ ഇന്ത്യയിൽ സ്വർണ്ണവില നേരിയ തോതിൽ കുറയാനൊരു സാധ്യതയുണ്ട്. SKN. കൃഷ്ണ ചെറിയാൻ.